എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നാല് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിതം തന്നെ ഒരു മാറി മറിയുന്നത് കാണാം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളൊരു ഈ 4 തീരുമാനങ്ങൾ മതി കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര മാറ്റിമറി. മിക്കവാറും ആൾക്കാരെങ്കിലും ഇതൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം. മാറാത്തവരോടാണ് ഞാൻ ഈ പറയണത്. അതായത് സെൽഫ് ലവ്. ഞാൻ മുന്നൊരു വീഡിയോയിൽ ഇതുപോലെ ഞാൻ പറഞ്ഞിരുന്നു സെൽഫ് ലവിൻ്റെ കാര്യം. അതായത് നമ്മളെ തന്നെ സ്നേഹിക്കാൻ ആദ്യം പഠിക്കുക. നമ്മളെ സ്നേഹിക്കുന്നൊന്നുമില്ല. ഒരുവിധം വീടുകളിലൊന്നും ആ ഒരു കാര്യം നീക്കി വെച്ചിരിക്കുകയാണ്. പണ്ടുള്ള കൂട്ടരൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിൽ ഇപ്പൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും മാറാത്തവരുണ്ടെങ്കിൽ മാറുക. നമ്മുടെ വീട്ടിൽ മക്കൾക്കും ഭർത്താവിനും വീട്ടിലുള്ള അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലേ നമ്മൾ കുറേ ആൾക്കാർ. അപ്പോൾ അതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞു അങ്ങനെയല്ല. അതായത് നമ്മൾ അവരെയും സ്നേഹിക്കണം, കൂടെ നമ്മളെയും സ്നേഹിക്കണം. നമ്മളൊക്കെ ഇപ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ എവിടെയാണ് സമയം അല്ലേ? നമ്മളെ സ്നേഹിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അതായത് നമ്മൾ രാവിലെ തന്നെ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ വീട്ടിലത്തെ പണിയും കഴിഞ്ഞ് ജോലിക്ക് പോണ തിരക്ക്. അപ്പോൾ നമ്മൾക്ക് ഒരു പൊട്ട് വയ്ക്കാനോ അല്ലെങ്കിൽ ഒരു മുടിയിടാനോ അല്ലെങ്കിൽ നഖത്തിലൊരു നെയിൽ പോളിഷ് ഇടാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് സുഖമാണ്. പണിക്ക് പോകുന്നവർക്ക് അങ്ങ് പോയാൽ മതി. വീട്ടിലിരിക്കുന്നവർക്ക് വീട്ടിൽ ജോലിക്ക് പോകുന്നവർക്ക് അവിടെ എന്തെല്ലാം പണിയുണ്ട്, വീട്ടിലിരിക്കുന്ന സുഖമാണെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നവരൊക്കെ ഉണ്ടാവില്ലേ? പക്ഷെ വീട്ടിലെന്തെല്ലാം പണിയുണ്ട്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് പറയാനുണ്ടോ? വെയിലത്ത് ലേശം വെയിൽ വരുമ്പോൾ ഓടി പോയിട്ട് തുണി ഉണക്കാനിടണം, അത് മടക്കി വെക്കണം. പിന്നെയും വെയിലത്ത് മഴ വരുമ്പോൾ പോയിട്ട് എടുക്കണം. പിന്നെയും കുറച്ച് മഴ പെയ്യും. അങ്ങനെ എന്തെല്ലാം ചെയ്യാനുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്കൊന്നിനും സമയമില്ല എന്നാണ് ചുരുക്കം. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു ചെറിയൊരു ടൈം ടേബിൾ തലേദിവസം ഇട്ട് വയ്ക്കുക. നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ടൈം ടേബിൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ പണികൾ ഈസി ആയിട്ട് പോകും. ഓക്കെ, ആദ്യം അത് ചെയ്യാം. നമ്മൾ രാവിലെ എന്തെല്ലാം ചെയ്യണം, രാവിലത്തെ കാര്യങ്ങൾ, അതിനോടൊപ്പം നമ്മളെ സെൽഫ് ലവും ചെയ്യണം. അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഓടി പടച്ച് ചാടി ആ മുടിയൊക്കെ ഒന്ന് വാരി കെട്ടി വെച്ച് വേഗം അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ചിലവർ പല്ല് വരെ തേക്കില്ല. അടുക്കളയിൽ കയറിയിട്ട് വേഗം രാവിലത്തെ പലഹാരപ്പണിയായി, ചോറ് വയ്ക്കണ തിരക്കായി, കറി വയ്ക്കുന്ന തിരക്കായി, ഒന്നും പറയണ്ട. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയവുമില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ കൃത്യനിഷ്ഠ നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികൾ വളരെ എളുപ്പത്തിലാവും ഇല്ലേ? അരമണിക്കൂർ നമുക്ക് കിട്ടിയില്ലേ? ആ അരമണിക്കൂർ നേരത്തെ ഉണ്ട് നമ്മൾ ആ ഓടിപടഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് സമാധാനത്തിൽ ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കുള്ള സമയം കിട്ടുകയും ചെയ്യും. ഒന്ന് ചെയ്ത് നോക്കി നോക്കട്ടോ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. എന്നാലും ഞാൻ പറഞ്ഞതാ, എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് ഞാനിപ്പോൾ പറയണത് കേട്ടോ. അതായത് നമ്മളെ സ്നേഹിക്കാന്ന് പറയില്ലേ, നമ്മൾ രാവിലെ മുതൽ ഇന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് നമ്മൾ ഏകദേശം ഒരു 10-15 കാര്യങ്ങൾ ഒക്കെ എഴുതി വെച്ച് ഈ 15 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയണം, ഞാൻ ഇതെല്ലാം കൃത്യമായിട്ട് എനിക്ക് വിഷമില്ലാത്ത രീതിയിൽ ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് എന്തെങ്കിലും ഒന്ന് നമ്മളിന്ന് പുറത്ത് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരാം, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ നിനക്ക് ആക്കിത്തരാം. ഒരു വാക്ക് കൊടുത്ത് നോക്കുന്നേ. ചെറിയ ടിപ്പാണ് ഇത്. നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ എല്ലാ മനസ്സിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? എല്ലാം മനസ്സിൻ്റെ ഒരു ഇതാണ് നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം. ഇപ്പം ഇപ്പോൾ ഒരു പനി ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ പനി വന്നിട്ടുണ്ടായിരിക്കില്ലേ? അപ്പോൾ നമുക്ക് ഒരു മേലെല്ലാം ഒരു കുളിരുന്ന പോലെ എനിക്ക് പനിയാ എന്നുള്ളൊരു തോന്നൽ വരും. എല്ലാം മനസ്സിൻ്റെതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമവും ടെൻഷനും അടിക്കുന്നുണ്ടെങ്കിൽ അത്
വേറെ ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് അയ്യോ ഒന്ന് എനിക്ക് കാലുവേദനയാണ് അങ്ങനത്തെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ കുറേ മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ ഗിഫ്റ്റുകൾ നമുക്ക് നമ്മൾക്ക് തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷമാവും. അപ്പോൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും അല്ലേ. നമ്മളിത് മുടി വാരി കെട്ടി നമ്മൾക്ക് ഒന്നിനും വേണ്ട, ഒന്നും വേണ്ട, ഒരു പൊട്ട് വാങ്ങാനുള്ള അതുവരെ നോക്കില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യില്ല. ഒരു ചുണ്ടിൽ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നടക്കുക, ഒരു ചന്തത്തിന് നമ്മൾ അങ്ങനെയൊക്കെ നിന്ന് നോക്കി നോക്കുന്നേ. അപ്പം നമുക്ക് നമ്മളതിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മാറ്റം വരും. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ അടിച്ച നൈറ്റിയാണ് കേട്ടോ. എനിക്കത് ഇഷ്ടമായി എന്ന് ഞാൻ തന്നെ വിചാരിക്കുന്നു. ഞാൻ അടിച്ച നൈറ്റി അടിപൊളി കൊള്ളാമെന്ന്. ഇത് വേറെ ആരെങ്കിലും കണ്ണിൽ കാണുമ്പോൾ അവർ വിചാരിക്കും ഓ എന്ത് ആ കഴുത്തൊന്നും ചൊവ്വായിട്ടില്ലാന്നേ എന്നാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയായിരിക്കും. അതൊന്നും നമ്മൾ കണക്ക് കൂട്ടണ്ട. ഇത് നമ്മളൊന്ന് അടിച്ച് നോക്കി, ഇനി വേറെ ഒന്ന് അടിച്ച് നോക്കുമ്പോൾ നമുക്കത് സന്തോഷിക്കാൻ ഇടവരുത്തും. ഒന്നും കൂടെ അടിക്കാം, അപ്പോൾ ഒന്നും കൂടി ഭംഗിയുള്ളത് കുറച്ചും കൂടെ ഭംഗിയാവും. അപ്പോൾ നമുക്ക് ഇനിയും നമുക്ക് അടിക്കാൻ പറ്റും. ഇന്ന് നമ്മൾക്കതൊരു ഇത് വേണം. ഇന്ന് ഇത് അടിച്ച് നല്ല വൃത്തിയിൽ അടിച്ചിട്ട് നോക്കും ഇടണം. അതിനുള്ള സമയമൊക്കെ നമ്മൾ കണ്ടെത്തണം. അതുപോലെ നമ്മൾ അപ്പോൾ ഇന്ന് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ, ഞാൻ കണ്ടില്ലേ ഞാൻ അടിപൊളിയൊക്കെ നൈറ്റിയൊക്കെ ഇട്ടു. അപ്പോൾ എൻ്റെ സന്തോഷത്തിന് ഞാൻ എനിക്ക് കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ ഇന്നത്. അതുപോലെ നിങ്ങളിതുപോലെയൊക്കെ ചെയ്ത് നോക്കുന്നേ. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഇത് നോക്കി നോക്കാം. പിന്നെ ചിരി ബെസ്റ്റ് സാധനമാണ് ചിരി. നമുക്ക് എന്ത് വിഷമം വന്നാലും അല്ലെങ്കിൽ വീട്ടിൽ എന്തായാലും കുറേ അങ്ങനെ മുഖം വീർപ്പിച്ചിട്ടിരിക്കുന്നവർ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞാനായാലും കൂടി നമ്മൾ ചിരിച്ച മുഖം തന്നെ ചിലവർ മറന്നുപോയിരിക്കുക. ചിരിയില്ലാന്നേ, ചിലവരെ വീട്ടിലൊന്നും ചിരിയില്ല. ചിരിക്കുക. നമ്മൾക്ക് വീട്ടിൽ ആരും ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ടൊന്ന് ചിരിക്കുക. അപ്പം നമ്മുടെ ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ചിരി അങ്ങനെയൊന്നും കാര്യമില്ല കേട്ടോ. നല്ലോണം വലിഞ്ഞ് മുറുകി നല്ല ചിരിക്കണം. അപ്പോഴാണ് നമ്മുടെ മുഖമൊക്കെ ഒരു മാറ്റം വരുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇത് ലേഡീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുന്നേ, നല്ലൊരു മാറ്റം വരും. ചെയ്ത് നോക്കി നോക്കണേ, തീർച്ചയായിട്ടും ഒരു മാറ്റം വരും. ആ മുഖത്തുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് ഇതായി നമ്മുടെ മുഖം തന്നെ ഒരു നല്ല ഭംഗി വരും, നല്ലൊരു ഗ്ലോ ഉണ്ടാവും. നല്ലോണം ഇവിടെയൊക്കെ ആയിട്ട് നല്ലോണം ചിരിക്കണം കേട്ടോ. അപ്പോൾ അത് ചിരി രണ്ടാമത്തെ ടിപ്പാണേ. ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ എന്ന് പറയണത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് അടുത്തൊരു വഴിയാണ് ഒരു ലക്ഷ്യബോധം. അതായത് നമുക്ക് ഇന്നത് ചെയ്യണം എന്ന് നമുക്കൊരു ലക്ഷ്യബോധം വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നതുപോലെ ആയാലാന്ന്. നമുക്കിപ്പോൾ വീട്ടമ്മമാർക്ക് ജോലിയില്ലല്ലോ, അപ്പോൾ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ കയ്യിൽ വരുമാനമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കതൊരു ലക്ഷ്യബോധമാണ്. അതായത് നമ്മൾ എന്തും നോക്കി അറിഞ്ഞും കൊണ്ട് ജീവിക്കണം. പിന്നെ എന്താ പറയുക, ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ രീതിയിൽ പോകണം. അതായത് നമ്മൾ എന്തും എന്തിനൊരു സമയം കണ്ടെത്തുക. അതായത് ഒരു 3/4 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അതായത് എന്താ പറയുക, ഒരു 3/4 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നമുക്കൊരു രാവിലെ നമ്മളൊരു 5 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ 6 മണിക്ക്, മഴക്കാലമായതുകൊണ്ട് 6 മണിയാക്കാം ഞാൻ. 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം ഒരു എന്താ പറയുക, ഒരു 8-9 മണിയാകുമ്പോഴത്തേക്കും രാവിലത്തെ കാര്യങ്ങളും രാവിലത്തെ എന്താ ചെയ്യുക, മുറ്റടിക്കൽ, അടിച്ചു വാരൽ, തുടയ്ക്കൽ, അലക്കൽ, കുളിക്കൽ ഇങ്ങനത്തെയൊക്കെ ചെയ്ത് രാവിലത്തെ പലഹാരപ്പണിയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ചോറും കറിയും വയ്ക്കുന്നത് അങ്ങനത്തെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേറെ മാറ്റി വയ്ക്കണം. നമ്മൾ ചന്തം സ്റ്റൈലും ഇതൊന്നും ആക്കിയിട്ട് മാത്രം കാര്യമില്ല കേട്ടോ. നമ്മൾ എക്സസൈസ് ചെയ്യണം. ഇതൊന്നും വീട്ടിലുള്ളവർ അറിയണമെന്നൊന്നുമില്ല. വീട്ടിൽ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. റൂമുള്ളവരാണെങ്കിൽ വാതിലെല്ലാം അടച്ചിട്ടിട്ട് ഒരു മെഡിറ്റേഷൻ വളരെ സൂപ്പറാണ് കേട്ടോ. ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ലെങ്കിലും നമ്മൾ ഓം എന്നുള്ളത് കണ്ണടച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് ഇരുന്ന് നോക്കി. അല്ലെങ്കിൽ ഒന്നും വേണ്ട, കണ്ണടച്ച് 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക.
റൂമിൽ വാതിലടച്ച് എല്ലാവരും സ്കൂളിൽ പോണവർ സ്കൂളിൽ പോയി, അല്ലെങ്കിൽ ജോലിക്ക് പോണവരൊക്കെ ജോലിക്ക് പോയി നമ്മൾ ഫ്രീ ആയതിന് ശേഷം നമ്മൾ കുളിച്ച് നമ്മുടെ ഫ്രീ ഒക്കെ ആയതിന് ശേഷം നമ്മൾക്ക് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരുന്ന് നോക്കി നോക്കണേ. അത് ഭയങ്കര എഫക്റ്റാണ് കേട്ടോ മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷനും ചെയ്യുക. ഇത് രാവിലെ ചെയ്യാൻ പറ്റുമെങ്കിൽ രാവിലെ ചെയ്യുക. രാവിലെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 6 മണിന്ന്, ഈ 6 മണിക്ക് എണീക്കുന്നത് അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ അതൊരു 4:45 അല്ലെങ്കിൽ 4:30ക്ക് എണീക്കാൻ നോക്കുക. അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അത് 5:30ക്ക് എഴുന്നേൽക്കാൻ നോക്കുക. എന്നിട്ട് അപ്പം നമുക്കതിൽ അരമണിക്കൂർ നമുക്ക് കിട്ടി, നമ്മുടെ സ്വന്തം സമയം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആരാന്നുള്ളത് 3/4 മണിക്കൂർ 1 മണിക്കൂർ അത് നമ്മൾക്ക് നമ്മുടെ സമയത്തിനനുസരിച്ചേ, അതായത് എഴുന്നേൽക്കാൻ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 1 2 3 ദിവസം നമ്മൾ കൃത്യമായിട്ട് ഒരു അലാറം വെച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മൾ അലാറം വെക്കണമെന്നില്ല, നമ്മുടെ മനസ്സിൽ നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ മനസ്സിൽ കൊടുത്താൽ മതി. എന്ത്, ഞാൻ നാളെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു മനസ്സിലൊരു ദൃഢനിശ്ചയം കൊടുത്തു നോക്കിയേ, തീർച്ചയായിട്ടും 4ാമത്തെ ദിവസം എഴുന്നേൽക്കാൻ തുടങ്ങും. നാളെ എനിക്ക് 5 മണിക്ക് എണീക്കണം. അപ്പം ഞാൻ ഇന്ന് കിടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ട് കിടക്കുക, ഞാൻ നാളെ രാവിലെ 5 മണിക്ക് എണീക്കും, 5 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് കിടന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും 5 മണിക്ക് തന്നെ എണീക്കും. പോട്ടെ, ഇങ്ങനെയൊന്നും സാധിക്കാത്തവരാണെങ്കിൽ അലാറം വയ്ക്കുന്നേ. അലാറം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എണീക്കും ഇല്ലേ? അലാറം വെച്ചിട്ട് സ്നൂസ് ചെയ്തിട്ട് അവിടെ കിടന്നുറങ്ങിയാൽ കാര്യങ്ങൾ പോയേ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം. എന്നിട്ട് എഴുന്നേറ്റ് ചെയ്ത് നമ്മൾ വേഗം പോയിട്ട് ബ്രഷ് ചെയ്തു, ബാത്റൂമിലെല്ലാം പോയി ബ്രഷ് ചെയ്യൽ, അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ, പ്രഭാത കാര്യങ്ങൾ മാത്രം, കുളിക്കൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ ആ ടൈം ടേബിൾ, നമ്മൾ നാളെ കൊടുക്കുന്ന ആ ടൈം ടേബിൾ നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഞാൻ മെഡിറ്റേഷൻ ചെയ്തേ തീരൂ, ഞാൻ ചെയ്യും എന്ന് ഉറപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് കണ്ണടച്ച് വെറുതെ ഇരിക്കുക. കണ്ണടച്ച് വെറുതെ ഇരുന്ന് നമ്മളങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിരിക്കുമ്പോൾ തന്നെ വളരെയധികം നല്ലതാണ് കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കിയോക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയൊന്നും പറയണത് ഞങ്ങൾക്കൊന്നും ഇതൊന്നും ശരിയാവണ കാര്യമില്ല, രാവിലെ ഒന്ന് നേരത്തെ എഴുന്നേറ്റിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റണ കാര്യമൊന്നുമല്ല എൻ്റെ പൊന്നു മോളെ, ഇതൊന്നും എന്നെ കൊണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോട്ടേന്നേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഉച്ചയ്ക്ക് ചെയ്തോട്ടെ. ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ചെയ്തോളൂ, അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ചെയ്തോന്നേ. പക്ഷേ എന്നും ഇത് ചെയ്യണേ, അതൊരു സൂപ്പർ കാര്യമാണ്. നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ റിസൾട്ട് ഇടും. തീർച്ചയായും നിങ്ങൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നുള്ളവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ഒന്നുമില്ല, 2 വ്യായാമം കൂടി ചെയ്യുക. ഒരു 2 എക്സസൈസ്. ഒന്നിലൊരു വാമപ്പ്, ഒരു തലയെ കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി, ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കി, നമ്മുടെ കൈ കൊണ്ടൊക്കെ ഒന്ന് ഒരു എക്സസൈസ് ഇവിടെ കൈയും ഒക്കെ ചെയ്ത് ഒന്ന് ശരീരമൊക്കെ ഒന്ന് നന്നായി നക്കി, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അടുക്കളയിൽ പോയിട്ട് പാചകമൊക്കെ ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും. അപ്പോൾ അതായില്ലേ. ഇനി 4ാമത്തെ കാര്യം, ഇപ്പോൾ 3 കാര്യം ഞാൻ പറയില്ലേ, 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ കാര്യം കേട്ടോ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ആരുടെ കയ്യിലെ പൈസ? നമ്മൾ വീട്ടമ്മമാർക്ക് കയ്യിൽ പൈസ ഉണ്ടോ? ഒരു പൈസ ഇല്ല. നമ്മളെവിടെ നിന്ന് പൈസ അല്ലേ? ജോലിക്ക് പോകണ അമ്മമാരുടെ കയ്യിലാണെങ്കിൽ പൈസ ഉണ്ടാവും. നമുക്ക് ഡ്രസ്സ് എടുക്കണ്ടേ? അതിനുള്ള വഴി പറഞ്ഞു തരട്ടെ. അത് ആരോടും പറയാനൊന്നും വേണ്ട കേട്ടോ. സൂക്ഷിച്ച് സ്വന്തമായിട്ട് കേട്ടിട്ട് ഇത് വീട്ടിലിതുപോലെ പ്രാവർത്തികമാക്കുകയുള്ളൂ. മത്സ്യം വാങ്ങുന്നവരാണോ നിങ്ങൾ? മത്സ്യം വാങ്ങുകയാണെങ്കിൽ വീട്ടിലുള്ളവരെ ഏൽപ്പിക്കണ്ടെന്നേ, നിങ്ങൾ തന്നെ വാങ്ങിച്ചോ. ഒന്നില്ലെങ്കിൽ മുന്നിൽ വരുമ്പോൾ മത്സ്യം വാങ്ങുമ്പോൾ അതൊന്ന് ഒരു 10 രൂപ പോട്ടെ, ഇന്ന് മത്സ്യം വാങ്ങിച്ചു, നാളെ മത്സ്യം വാങ്ങിയിട്ടില്ല, അപ്പോൾ നിങ്ങൾക്കത് അവിടെ സേവ് ചെയ്യാൻ പറ്റും. നാളെ വാങ്ങിയിട്ടില്ലെങ്കിൽ ആ ഇന്നത്തെ വാങ്ങിയതിൽ നിന്ന് നിങ്ങൾ നാളത്തേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 50 രൂപ മാറ്റി വയ്ക്കുക. ഇപ്പം 100 രൂപയും 50 രൂപയില്ലാണ്ട് മത്സ്യം കിട്ടുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് 50 രൂപ പോട്ടെ, 2 ആഴ്ച കൂടുമ്പോഴെന്തെങ്കിലും 50 രൂപയെ കിട്ടിയാൽ മാസത്തിൽ ഈ 50 രൂപയ്ക്ക് ചിലപ്പോൾ വിലയുണ്ടാവില്ല. അല്ലെങ്കിൽ പോട്ടെ, ഒരു 10 രൂപയ്ക്ക് തീരെ വരിയില്ല അല്ലേ? 10 രൂപയ്ക്കൊന്നും ഒരു വരിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു 50 രൂപ പറഞ്ഞത് കേട്ടോ. അപ്പോൾ 50 രൂപ നമ്മൾ അങ്ങനെ മാറ്റി വെച്ചാൽ ഒരു 2 മാസം കൂടുമ്പോൾ, ഒരു 4 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾക്കൊരു നൈറ്റി വാങ്ങാനായില്ലേ? ഇല്ലേ? നൈറ്റിയുടെ തുണി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 150 രൂപ 140 രൂപയ്ക്കൊക്കെ നൈറ്റിയുടെ തുണി കിട്ടും. സ്വന്തമായിട്ട് ഇതുപോലെ അടിച്ചിട്ടൂടെ? ഇല്ലേ?
എങ്ങനെയുണ്ട് ഐഡിയ? അതുപോലെ ഒരു പൊട്ട് വാങ്ങണോ, 20 രൂപയും 10 രൂപയൊന്നും കിട്ടാണ്ടിരിക്കില്ലല്ലോ. മക്കളുടെ കയ്യിൽ നിന്നോ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി വാങ്ങാൻ, ഞാനൊന്നും പച്ചക്കറി വാങ്ങാൻ പോയ കാര്യം മറന്ന്, രണ്ടാളും കൂടിയിട്ടേ പോകുള്ളൂ, ഒറ്റയ്ക്ക് പോക്കില്ല. പക്ഷെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകാൻ അറിയുന്നവരാണെങ്കിൽ ഒറ്റയ്ക്ക് പോവുക. പച്ചക്കറി കുറച്ചൊക്കെ ആഴ്ചയ്ക്ക് ഒരു ദിവസമൊക്കെ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക. ഒരു 50 രൂപയൊക്കെ മാറ്റി ഇറുക്കി വയ്ക്കുക. നടന്നു പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ നടന്നു പോവുക. എന്നിട്ട് അതിൽ നിന്നും ഇറുക്കി വയ്ക്കുക. അപ്പോൾ ആ പൈസയൊക്കെ നമ്മൾക്ക് സേവ് ചെയ്തു. ഈ പൈസേനെ കൊണ്ടൊക്കെ നമുക്ക് എന്തെല്ലാം നോക്കിയിട്ട് വാങ്ങാം ഇല്ലേ? ഒരു പൊട്ട് വാങ്ങാം, ഒരു കുങ്കുമം വാങ്ങാം, അല്ലെങ്കിൽ ഒരു കമ്മൽ, നല്ല തൂങ്ങുന്ന കമ്മലുകൾ, അങ്ങനെ എന്തൊക്കെ വാങ്ങാം. അപ്പം ഞാൻ പറഞ്ഞ ഈ 4 കാര്യങ്ങളെ കൊണ്ട് ഗുണമുണ്ടോ? ഈ 4 കാര്യം മറക്കാണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായോ ഇന്നത്തെ വീഡിയോ? അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണേ. ഇഷ്ടമായവർ എനിക്ക് ലൈക്ക് തരിക. കാണുന്നവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ടാറ്റാ ബൈ ബൈ.